ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാഴ്സ്. ഇന്നിപ്പോൾ കാറുകൾ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒബ്സഷൻ ആയിട്ടുള്ള മറ്റൊരു ഹോബിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, മിനിയേച്ചർ കാഴ്സ്. ഞാൻ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് യു നോ ഐ ഹാവ് എ ഗ്രോയിങ് കളക്ഷൻ ഓഫ് സ്കെയിൽ മോഡൽസ് ആൻഡ് വാട്ട്സ് നോട്ട് ടു ലൈക്ക്. നമുക്ക് ഇഷ്ടമുള്ളൊരു കാറിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് സംതിങ് യു ക്യാൻ ഓൾവേസ് ലുക്ക് ആൻഡ് എൻജോയ്. അപ്പോൾ അതുകൊണ്ട് പലരും ഈ ഒരു കളക്ഷനിലേക്ക് അങ്ങനെയാണ് വരുന്നത്. ഐ നോ മോസ്റ്റ് ഓഫ് യു ഓൾറെഡി ഹാവ് ഇറ്റ്. ആൻഡ് ദ കിഡൽറ്റ് മാർക്കറ്റ്, അതായത് കിഡ്സിന് വേണ്ടി ഉദ്ദേശിച്ചിട്ട് അഡൽട്സ് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു മാർക്കറ്റ് ദാറ്റ് ഈസ് ഗ്രോയിങ് അറ്റ് എ സ്റ്റഡി പേസ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഹോട്ട് വീൽസിൻ്റെ ഒക്കെ സെയിൽസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ വലിയ ആൾക്കാർ കുട്ടികളൊക്കെ തള്ളി മാറ്റിയിട്ട് ഓരോ മോഡലൊക്കെ എടുത്തുകൊണ്ട് ഓടണമൊക്കെ. ദാറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദാറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് സ്കെയിൽ മോഡൽസ്, വേർ ടു സ്റ്റാർട്ട്, വാട്ട് ടു ലുക്ക് ഫോർ ആൻഡ് വെദർ യു ഷുഡ് ഗെറ്റ് ഇൻ ടു ഇറ്റ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എന്നൊക്കെ ഉള്ളതാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാഴ്സ്. എൻ്റെ ആദ്യത്തെ സ്കെയിൽ മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു പേർപ്പിൾ പോർഷെ 911 കൺവേർട്ടിബിൾ ആണ്. 993 ജനറേഷനാണ്. 1999 ഓവർ ഡ്രൈവ് മാക്സിന് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരതിൻ്റെ 3 ഇയർ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ കൊടുത്തൊരു ഗിഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോഡൽ. ആൻഡ് ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ ഹൂ ഗോട്ട് മീ ദാറ്റ് സബ്സ്ക്രിപ്ഷൻ. സോ ദിസ് ഇസ് എ വെരി സ്പെഷ്യൽ കാർ ഫോർ മീ. 1:24 സ്കെയിലാണ്. എന്താണ് 1:24 എന്നുള്ളത് പറയാം. നമ്മളൊരു വലിയ കാർ എടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി സൈസിൽ ഒരു സ്കെയിൽ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ 1/2 സ്കെയിൽ മോഡൽ. നമ്മൾ 4:1 സൈസിൽ ഉണ്ടാക്കിയ ദാറ്റ്സ് എ 1/4 സ്കെയിൽ മോഡൽ, അഥവാ 1:4 സ്കെയിൽ മോഡൽ. അതേപോലെ ഒരു 911 എടുത്തിട്ട് 24 ടൈംസ് ചെറുതാക്കി കഴിഞ്ഞാൽ യു ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. സ്കെയിൽ മോഡൽസിലെ പോപ്പുലർ സൈസസ് എന്ന് പറയുന്നത് 1:12 ഉണ്ട്. 35-40 സെൻറ്റിമീറ്റർ ഒക്കെ ലെങ്ത് ഉണ്ടാവും. ദെൻ യു ഹാവ് 1:18, ദെൻ യു ഹാവ് 1:24. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് 1:43 എന്ന് പറയുന്ന ഈ ഒരു സൈസ് ഉണ്ട്. ദെൻ യു ഹാവ് 1:64, നമ്മൾ ഹോട്ട് വീൽസിലൊക്കെ കാണുന്ന ആ ഒരു സൈസ് ഉണ്ട്. ആൻഡ് ദെൻ യു ഹാവ് ദിസ് റിയലി ടൈനി 1:87, വളരെ ചെറിയൊരു മോഡലാണ്. ആൻഡ് ദീസ് ആർ ദ പോപ്പുലർ സൈസസ്. ഇതിൽ തന്നെ ഈ രണ്ട് സ്കെയിലുകളും അത്ര കോമൺ അല്ല. ദീസ് ആർ ദ വൺസ് ദാറ്റ് പീപ്പിൾ ബൈ. ആൻഡ് എനിക്കിപ്പോൾ തോന്നുന്നു 1:64 ആണ് ഇപ്പോൾ കുറച്ചും കൂടിയും കളക്റ്റബിൾ ആയേക്കുന്നത്, താങ്ക്സ് ടു ഹോട്ട് വീൽസ്, മാച്ച് ബോക്സ്, മിനി GT അല്ലെങ്കിൽ ഇന്നോ 64 എന്നൊക്കെ പറയുന്ന ബ്രാൻഡ്സൊക്കെ കാരണം പീപ്പിൾ ആർ കളക്റ്റിംഗ് മോർ ആൻഡ് മോർ ഓഫ് ദീസ്. 1:43 ആണ് ശരിക്കും വേൾഡ് വൈഡ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കെയിൽ. കാരണം മോസ്റ്റ് ഓഫ് ദ യൂറോപ്യൻ കാഴ്സ് ആർ ഓൾവേസ് മെയ്ഡ് ഇൻ ദി സ്കെയിൽ. അവരെപ്പോഴും ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത് പലപ്പോഴും 1:43 ഇത്രയും കാലം. ആൻഡ് ലോട്ട് ഓഫ് കളക്ടേഴ്സ് ആർ ദ വേൾഡ് വൈഡ് ഫോർ ഇറ്റ്. 1:24 ജപ്പാനിലൊക്കെ ഭയങ്കര കോമൺ ആണ്, ബിക്കോസ് അവിടെ ബിൽഡ് കിറ്റ്സും സാധനങ്ങളൊക്കെ 1:24 ബേസ്ഡ് ആയിട്ടാണ് കൂടുതലും വരുന്നത്. ഇന്ത്യയിൽ ഐ തിങ്ക് ഒരു 1:18 ആണ് കൂടുതലും സീരിയസ് കളക്ടേഴ്സിൻ്റെ കയ്യിലൊക്കെ കണ്ടേക്കുന്നത്. പിന്നെ ഇതിലൊന്നും പെടാത്ത പോലത്തെ കുറേ സൈസുകൾ നമ്മൾ കാണും. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ഓൾട്രോസിൻ്റെ സ്കെയിൽ മോഡലാണ്. ഇത് ടാറ്റയുടെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ആണ്, നമുക്ക് അവരുടെ ഷോറൂം വഴിയൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഇത് 1:18 വലിപ്പവും ഇല്ല, എന്നാൽ 1:24 വലുതുമാണ്. സോ ഇറ്റ് ഈസ് സംവെയർ ഇൻ ബിറ്റ്വീൻ. നമുക്ക് ഇതിൻ്റെ ഒരു സ്കെയിൽ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് മേ ബി ഒരു 1:20 സ്കെയിൽ മോഡലൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ അവരുണ്ടാക്കുന്ന വേറൊരു മോഡലാണ് ഈ ഒരു ഹാരിയറിൻ്റെ മോഡൽ. ഇത് ഷുഡ് ബി ഒരു 1:26 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ സൈസ്. 1:24 ഒരു പൊടിക്കും കൂടി ചെറുതായിട്ടാണ് നമുക്ക് തോന്നുക. കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ആക്ച്വൽ സ്കെയിൽ മോഡൽസ് തന്നെയാണ്. ഒറിജിനൽ കാറിൻ്റെ നമ്പർ ഓഫ് ടൈംസ് ഷ്രിങ്ക് ചെയ്ത് കറക്റ്റായിട്ട് ഉണ്ടാക്കി പ്രപ്പോർഷൻസ് ഒക്കെ വളരെ ആക്യുറേറ്റ് ആണ്. കുഴപ്പമെന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ഒപ്പം വെക്കുമ്പോഴാണ് നമുക്ക് ഹാരിയറിനേലും വലിപ്പമുണ്ട് നമ്മുടെ ഓൾട്രോസിന്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതായത് ടാറ്റ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീനോട് പറഞ്ഞേക്കുന്നത് നമുക്ക് ഒരേ സൈസിൽ ഒരേ ബോക്സിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ ഇതൊക്കെ ഉണ്ടാക്കി തരണം എന്നാണ്. ദാറ്റ് യു ക്യാൻ സീ ഹിയർ. കാരണം ഇവിടെ ഒരു 1:18 നാനോ ഉണ്ട് ആൻഡ് യു ഹാവ് 1:whatever സൈസ് ആ ഒരു ഓൾട്രോസും ഉണ്ട്. ഐ തിങ്ക് സെയിം ലെങ്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഹാരിയറിനും വെച്ചിട്ടുണ്ടാവുക. എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് 1:24 കൂടെയും വെക്കാൻ പറ്റില്ല, 1:18 കൂടെയും വെക്കാൻ പറ്റില്ല. അവനാ വാതൊക്കെ നിന്നോട്ടെ, പറവാരനൊരു കൂട്ടാവുമല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു സൈസാണ്. ഇപ്പോൾ ഞാൻ കൂടുതലും 1:18 മേടിക്കാറ്. എൻ്റെ ആദ്യത്തെ 1:18 സ്കെയിൽ മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു മ്യൂർസിലാഗമാണ്. ഇത് ഞാൻ 2008 ഓട്ടോ എക്സ്പോന് പോയപ്പോൾ ഓട്ടോ കാറിൻ്റെ സ്റ്റോളിൽ അവർ സെല് ചെയ്യാൻ വെച്ചേക്കണം കണ്ടിട്ട് വളരെ കൊതി തോന്നിയിട്ട് കയ്യിലുള്ള കാശൊക്കെ കൂടി നുള്ളിപ്പറക്കി കൊടുത്ത് മേടിച്ചാണ്. അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഒരൊറ്റ 1:18 മേടിക്കുള്ളൂ. അപ്പോൾ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂർസിലാഗോ എന്നെ അങ്ങ് മേടിച്ചേക്കാൻ തോന്നിയിട്ട് അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഇത് അലമാരിയിൽ ഇരിക്കണണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഇതിനൊരു കൂട്ട് വേണമെന്ന് തോന്നി. അങ്ങനെ ഒരു ഗയാഡോ സ്പൈഡറും കൂടി മേടിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇവർ രണ്ടും ലാംബോർഗിനിയാണ്. കുടുംബക്കഥകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് പറയാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവർ കുറച്ച് ഫ്രണ്ട്സിനെ വേണം. അപ്പോൾ അങ്ങനെ അവർക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫെറാറി, ഒരു പോർഷെ, ഒരു ആസ്റ്റൺ മാർട്ടിൻ, അങ്ങനെ 3-4 മോഡൽസൊക്കെ മേടിച്ച് ഇപ്പോൾ ഒരു 10-200 മോഡലിൻ്റെ അടുത്ത് ഉണ്ട് എല്ലാം കൂടി ചേർത്ത് നോക്കും. ഞാൻ മേടിക്കുന്നത് കൂടുതലും എൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയയിലുള്ള കാറുകളാണ്. ഒരു മില്ലേനിയം 2000s ഒക്കെ ആ ഒരു പീരീഡിലുള്ള കാറുകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ വാങ്ങിച്ചേക്കുന്നത്. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കാറുകൾ ഞാൻ ഓടിച്ചിട്ടോ അല്ലെങ്കിൽ ഓടിക്കണം എന്ന് ആഗ്രഹമുള്ളതോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള വണ്ടിയുടെ തന്നെ ഒരു ഡൈകാസ്റ്റ് വേർഷൻ ചിലപ്പോൾ വാങ്ങിക്കും. ആൻഡ് ദാറ്റ് ബ്രിങ്സ് മീ ഓൺ ടു ദ നെയിം ഡൈകാസ്റ്റ്. നമ്മൾ ഈ ഒരു
ഡൈ ഉപയോഗിച്ചിട്ട് കാസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പേര് ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സിങ്ക്, അലൂമിനിയം, കോപ്പർ അങ്ങനത്തെ ലോ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റൽസാണ് സാധാരണ പ്രിഫർ ചെയ്യാറ്. നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റൽസാണ് സാധാരണ ഐഡിയൽ. അത് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇഞ്ചക്ഷൻ മോൾഡിങ് പോലെ തന്നെ കുറച്ചൊരു പ്രഷറിലേക്ക് ഇൻസേർട്ട് ചെയ്യും. സോ ആ ഒരു മോൾഡിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഇതിൻ്റെ ഷട്ട് ലൈൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ തന്നെ ഓൾറെഡി മെറ്റലിൽ കിട്ടും. ആൻഡ് ദെൻ യു ഫിനിഷ് ദ മോഡൽ യൂസിങ് അതർ പ്ലാസ്റ്റിക് പാർട്സ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഇങ്ങനെയുള്ള മോഡൽസ് ഡൈ ഉപയോഗിച്ച് കാസ്റ്റ് ചെയ്യണോണ്ടാണ് ആ ഒരു ഡൈ കാസ്റ്റ് എന്നുള്ളൊരു പേര് വരുന്നത്. മെറ്റൽസ് കൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്നില്ല. യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ പ്ലാസ്റ്റിക്, യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ റെസിൻ. അപ്പോൾ അങ്ങനത്തെയൊക്കെ മോഡൽസും പലതും അവൈലബിൾ ആണ്. ഈ ഒരു ടിപ്പിക്കൽ 1:18 ഡൈ കാസ്റ്റിൽ ഉണ്ടാക്കുന്ന മോഡൽസിനൊക്കെ കുറേയധികം ഡീറ്റെയിൽസ് ഉണ്ടാവും. യു ഹാവ് ഓപ്പണിംഗ് ഡോർസ്, യു ഹാവ് വർക്കിംഗ് സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ സസ്പെൻഷനൊക്കെ ചെറിയ രീതിയിൽ അങ്ങനത്തെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അകത്ത് യു ക്യാൻ സീ ദ എൻജിൻ ഡീറ്റെയിൽസ് ആൻഡ് എവറിത്തിങ്. ഫുഡ് ഓർണമെൻറ്റും വളരെ നീറ്റായിട്ട് ആ ഒരു ലോഗോ ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓൾസോ ഹെഡ്ലൈൻ്റെ അകത്ത് ഡീറ്റെയിലിംഗ്, ഗ്രില്ലിൻ്റെ ഡീറ്റെയിലിംഗ്, ആ ഒരു ഡാസിൻ്റെ റഡാറൊക്കെ വെച്ചേക്കുന്ന ഡീറ്റെയിൽസൊക്കെ വളരെ നല്ലതാണ്. ഇൻറ്റീരിയറിലാണെങ്കിലും നമുക്ക് ഡാഷ് ബോർഡും മേലത്തൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ വളരെ നല്ലതാണ്. നമുക്കുള്ള ഒരു സ്വിച്ചസും മെറ്റീരിയൽസും ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദ സ്പീക്കർ ഗ്രിൽ ആൻഡ് ഓൾ യു ക്യാൻ സീ. പക്ഷെ ഇപ്പോൾ ഞാൻ വാങ്ങുന്നത് കൂടുതൽ ഇതുപോലത്തെ സീൽഡ് മോഡൽസാണ്. ഇതിൻ്റെ ബോണറ്റും ഡോഴ്സും ബൂട്ടൊന്നും തുറക്കില്ല. പക്ഷേ ദിസ് ഹാസ് സം റിയലി ഗുഡ് ഡീറ്റെയിൽസ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നോക്കുകയുണ്ടെങ്കിൽ കറക്റ്റ് ഇൻറ്റീരിയേഴ്സൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ എന്നാലും ഇതുപോലെയൊന്നും ഓപ്പണിംഗ് ആയിട്ടൊന്നും ഇത് കൊടുക്കാറില്ല. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷട്ട് ലൈൻസ് ഒക്കെ വളരെ നല്ലതായിരിക്കും. നമ്മൾ സാധാരണ ഓപ്പണിംഗ് ഡോഴ്സ് ഒക്കെ ആണെങ്കിൽ എത്ര നന്നാക്കി ഉണ്ടാക്കിയാലും ആ ഷട്ട് ലൈനിന് ഒരു ഇത്തിരി വലുപ്പം കൂടുതൽ ഉണ്ടാവും. കാരണം ആ ഒരു സ്കെയിലിലേക്ക് ഷ്രിങ്ക് ചെയ്യുമ്പോഴും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമായിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ മെറ്റലിൻ്റെ ടോളറൻസ് ഒക്കെ അതുപോലെ ആയിരിക്കും. വേറാസ് ഇൻ സീൽഡ് മോഡൽസ് യു ഗെറ്റ് ദിസ് ഗ്രേറ്റ് ഫിനിഷ്. ആ ഒരു പ്രോപ്പർ ഷട്ട് ലൈൻസ് ഒക്കെ ആക്ച്വൽ കാറിൻ്റെ പോലെ തോന്നുന്ന പോലത്തെ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ പൊടിയൊന്നും കയറില്ല. ബിക്കോസ് ഇറ്റ് സീൽ ഷർട്ട് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ടൊക്കെ ഇരിക്കും. ഈ ഒരു W123 തിസിൽ ഗ്രീൻ കളറിലുള്ള ഈ ഒരു 123 ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ഉള്ളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഓൾ ദ ഡീറ്റെയിലിംഗ് ഇൻസൈഡ്. ആ ഒരു ഗ്രീൻ ഇൻറ്റീരിയേഴ്സൊക്കെ നമുക്ക് അതുപോലെ തന്നെ കാണാൻ പറ്റും. ഇതൊരു ലിമിറ്റഡ് എഡിഷനാണ്. ഇറ്റ് ഹാസ് സംതിങ് ലൈക്ക് ഒരു 1000 പീസസ് അവർ ടോട്ടലി ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് സ്കെയിൽ മോഡൽസിൻ്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ നോക്കാം. ദാറ്റ് ഈസ് ഡീറ്റെയിലിംഗ്. ഇപ്പോൾ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലത്തെ രണ്ട് R35 GTRs ആണ്. സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്ന് പോലും ഇല്ല ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്. പക്ഷേ വൺ ഈസ് എ ചീപ്പ് മൈസ്റ്റോ, വേറാസ് ദിസ് ഈസ് എ പ്രോപ്പർ ഓട്ടോ ആർട്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കാസ്റ്റിങ്ങുകളിലൊന്നായിരുന്നു ഈ ഒരു മോഡൽ. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് രണ്ടും ഓൾമോസ്റ്റ് സിമിലറായിട്ട് തോന്നും. പക്ഷേ വെൻ യു ലുക്ക് ക്ലോസ്ലി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. പലപ്പോഴും ഈ ഒരു ഹെഡ് ലാമ്പ്സിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് അങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ ഈ ഒരു കാർബൺ ഫൈബറിൻ്റെ ഫിനിഷൊക്കെ ഇറ്റ്സ് മച്ച് ബെറ്റർ ഇൻ ദിസ് കാർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഷട്ട് ലൈൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് മോഡലിലും നമുക്ക് ബോണ്ടും ഡോഴ്സും ബൂട്ടൊക്കെ നമുക്ക് തുറക്കാൻ പറ്റും. പക്ഷേ ദ ഷട്ട് ലൈൻസ് ആർ മച്ച് ബെറ്റർ ഇൻ ദിസ്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടത്തേക്ക് ഒരു ഫിനിഷിംഗ് ഒക്കെ വളരെ ബെറ്ററാണ് ഈ ഒരു മോഡലിന് വെച്ച് നോക്കുമ്പോൾ. ഇവിടെയൊക്കെ നമുക്ക് വിസിബിൾ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഇറ്റ്സ് എ ബിൽറ്റ് ടു എ കോസ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇമ്മീഡിയറ്റ് ഒബ്വിയസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ സൈഡിൽ ഗ്ലാസ് ഒന്നും കൊടുത്തിട്ടില്ല. ഡോർ ഇത്രയും സിമ്പിളായിട്ടാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. ജസ്റ്റ് 2 പീസാണ്. അതായത് ഈ ഒരു മെറ്റലിൻ്റെ പാർട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിലൊരു മോൾഡഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ട്രിമ്മുണ്ട്. വേറെ ദിസ് ഹാസ് മൾട്ടിപ്പിൾ പാർട്സ്. അതിൽ ഗ്ലാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോറിൻ്റെ ഉള്ളിലാണെങ്കിലും പല കളേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും ചില മോഡൽസ് അനുസരിച്ച്. വേറൊരു ഡിഫറൻസ് ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ സ്റ്റാൻഡ്സിലാണ്. ഈ ഒരു വീല് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. വേറെ ഇതിന് ചെറിയൊരു ക്യാമറ നമുക്ക് കാണാൻ പറ്റും. വീലിൻ്റെ അപ്പർ പാർട്ട് കുറച്ചൊരു സ്ലാൻഡഡ് ഷേപ്പിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വീലിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വോണ്ട് സീ എനി ബ്രേക്ക് കാലിപ്പേഴ്സ്. ഈ ഒരു മോഡലിൽ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ജെസ്സിയുടെ ജെറ്റ പോലെയാണ്. ജസ്റ്റ് ആ ഒരു റോട്ടർ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു മോഡലിൽ നോക്കുകയാണെങ്കിൽ യു ഫൈൻഡ് ദാറ്റ് ബ്രേക്ക് കാലിപ്പർ. അതുപോലെ തന്നെ കറക്റ്റ് സൈസിലാണ് ഡിസ്ക് ഇരിക്കുന്നത്. ഡിസ്ക് വളരെ ഉള്ളിലേക്കായിട്ട് സാധാരണ ചില മോഡൽസ് പോലെയൊന്നുമല്ല. ഓൾസോ യു ക്യാൻ സീ ആ ഒരു ലഗ് നട്ട്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നടുക്ക് നമുക്ക് നിസാൻ എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാലിപ്പറുമ്പോൾ നമുക്ക് ബ്രെംബോ എന്ന് എഴുതിയേക്കുന്നത് വരെ അതുപോലെ തന്നെ അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾ ദ ബാഡ്ജസ് ഓൺ ദിസ് കാർ, ഇപ്പോൾ ഫ്രണ്ടിലത്തെ GTR ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിലുള്ള ഈ ഒരു ബാഡ്ജ് ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലൊക്കെ ദേ ആർ റിയലി വെൽ ഡൺ. അടിയിൽ നോക്കുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് സീൽഡ് അണ്ടർ സൈഡ്സ് ആണ് ഇപ്പോഴത്തെ പല മോഡൽസിനും. പക്ഷേ എന്നാൽ ഇതുമൊക്കെ ഒരു ഡിഫറെൻറ്റ് ഫിനിഷൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. വേറെ സോണെ ഇൻഎക്സ്പെൻസീവ് മോഡൽ ഇതൊക്കെ ചുമ്മാ വെറുതെ ഒരു സിൽവർ കളർ മാത്രം കൊടുത്ത് അവർ വളരെ ബേസിക് ആയിട്ടാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. മെയിൻ ഡിഫറൻസ് വരുന്നത് നമ്മൾ ഇതിൻ്റെ ഹുഡൊക്കെ തുറന്ന് നോക്കുമ്പോഴാണ്. ഇതിൻ്റെ അകത്ത് എഞ്ചിൻ്റെ ഒക്കെ ഡീറ്റെയിലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ഫൈൻ ഓൺ ഇറ്റ്സ് ഓൺ. പക്ഷേ ഇപ്പുറത്തോട്ട് പോയി ഇതിലേക്ക് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്രത്തോളം കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെന്നുള്ളത്. ആ കൂളൻ റിസർവോയർ ടാങ്കൊക്കെ സെപ്പറേറ്റ് കളറാണ്. എഞ്ചിൻ്റെ ഓരോ പൈപ്സും സാധനങ്ങളൊക്കെ സെപ്പറേറ്റ്ലി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലൈൻസൊക്കെ ഒരു ഡിഫറെൻറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടാണ്ട് നമുക്ക് ബോണറ്റ് ഇങ്ങനെ പൊക്കി വയ്ക്കാൻ ഈ ഒരു
ഫുഡ് സ്റ്റേ ആ ഒരു കോലും കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ റിയലി ഗുഡ് ഡീറ്റെയിലിംഗ്. അതുപോലെ തന്നെ ഹിഞ്ചസ് നോക്കുകയാണെങ്കിലും ദിസ് ഈസ് റിയലി ഒരു ആക്ച്വൽ കാറിൻ്റെ പോലത്തെ ഹിഞ്ചസ് ആണ് അതിൽ കൊടുത്തേക്കുന്നത്. വേറെ ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡൈകാസ്റ്റിൻ്റെ ആ ഒരു ഡോറും ബൂട്ടും എല്ലാത്തിനും വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹിഞ്ചാണ്. അത് നമുക്ക് ബൂട്ട് കാണുമ്പോൾ ഒന്നും കൂടി ഒബ്വിയസ് ആവും. ഇതിന് ജസ്റ്റ് സ്റ്റാൻഡേർഡ് ആ ഒരു ടൈപ്പ് 2 സ്ട്രട്ടിലാണ് കൊടുത്തേക്കുന്നത്, വിച്ച് ഈസ് ഫൈൻ ഫോർ മോസ്റ്റ് പീപ്പിൾ. പക്ഷേ ഇതിൻ്റെ ബൂട്ട് തുറക്കുമ്പോഴാണ് ഇതിന് ആ ഒരു സ്ട്രട്ടും അതൊക്കെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വെരി വെൽ ലൈൻഡ് ബൂട്ട്. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ലൈനിങ് മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് യു പേ ഫോർ ദോസ് ഡീറ്റെയിൽസ്. നമുക്ക് ഈ ഒരു എക്സ്പെൻസീവ് മോഡൽ ഇഫ് യു ക്യാൻ അഫോർഡ് ഇറ്റ്, നത്തിങ് ലൈക്ക് ഇറ്റ്, അത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്ക് എല്ലാ മോഡൽസും മേടിക്കാൻ പറ്റില്ല. പക്ഷേ വെൻ യു ആർ ബൈയിങ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് മോഡൽസ്, ഇഫ് യു ക്യാൻ ബൈ ദ എക്സ്പെൻസീവ് വൺ, ഐ റിയലി സജസ്റ്റ് ബൈയിങ് ദാറ്റ് എക്സ്പെൻസീവ് വൺ. ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ഓഫ് സ്മോൾ, നമ്മൾ ചെറിയ കുറച്ച് വണ്ടികളെ പ്ലാൻ ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിൽ ബൈ എ മോർ എക്സ്പെൻസീവ് മോഡൽ, ഇറ്റ് വിൽ ബി മോർ റിവാർഡിങ് ഇൻ ദ ലോങ് ടൈം. നമുക്ക് ആദ്യം കാശ് കൊടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ വെൻ യു റിയലി ഗെറ്റ് ഇൻ ടു ദിസ് ഹോബി യു വിൽ അപ്രീഷിയേറ്റ് ദാറ്റ്. ഓക്കെ, ഇതന്ന് മേടിച്ചത് നന്നായി, പിന്നീട് അത് കിട്ടാനും ഉണ്ടാവില്ല. ആൻഡ് ദ പ്രൈസസ് വുഡ് ഹാവ് ഗോൺ അപ്പ് മെനി ടൈംസ്. അപ്പോൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, പണ്ട് ചീപ്പ് മോഡൽസിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കളക്ഷൻ തുടങ്ങിയ പല ആൾക്കാരും ഇപ്പോൾ അതൊക്കെ സെൽ ഓഫ് ചെയ്തിട്ട് കുറേ കൂടിയും എക്സ്പെൻസീവ് കാർസ് മാത്രം കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദേ തിങ്ക് ദാറ്റ് ഓക്കെ 1 എക്സ്പെൻസീവ് മോഡൽ ഈസ് ബെറ്റർ ദാൻ 3 ചീപ്പ് വൺസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അവർ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ തിങ്ക് വൈസ്ലി ബിഫോർ യു സ്റ്റാർട്ട് കളക്ടിങ്. ഇപ്പോഴത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡോക്കെ പോലത്തെ പല മാനുഫാക്ചറേഴ്സും ഇപ്പോൾ ഇങ്ങനത്തെ റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള മോഡൽസ് നല്ല ഡീറ്റെയിലിങ്ങോടുകൂടി ഉണ്ടാക്കുന്നുണ്ട്. വീൽസും ഇതൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയേഴ്സൊക്കെ നോക്കുകയാണെങ്കിലും വളരെ ഡീറ്റെയിൽഡ് ആണ്. ആൻഡ് ഫോർ ദ പ്രൈസ് ഐ തിങ്ക് ദിസ് ഈസ് റിയലി ഗുഡ്. ഇറ്റ്സ് ഓൾസോ വെരി ഹെവി. ഐ തിങ്ക് പുതിയ M5 ആയതുകൊണ്ട് അവർ മനഃപൂർവ്വം കൊടുത്തേക്കണമെന്ന് അറിയില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ചെറുതേയും തുടങ്ങാം. ലെറ്റ്സ് ഡിസ്കസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കെയിൽ മോഡൽ ഓഫ് ദ മോൾ. ഹോട്ട് വീൽസ് ആക്ച്വലി സ്കെയിൽ മോഡൽസ് അല്ല, വിൽ കം ടു ദാറ്റ്. പക്ഷേ ദീസ് ആർ റിയലി ദ വൺസ് ദാറ്റ് സെൽ. ഇപ്പോൾ $1.75 ബില്യൺ സെയിലാണ് 2025 മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സോ യു നോ ഹൗ പോപ്പുലർ ദേ ആർ. വേൾഡ് വൈഡ് അതൊരു സെൻസേഷനാണ്. ആൻഡ് ഇറ്റ് ഹാസ് എ ലോട്ട് ടു ഡു വിത്ത് ദ കാർ കൾച്ചർ. പലപ്പോഴും അവർ ആ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള കാറുകൾ ഇറക്കും. മേ ബി സംതിങ് ഗെറ്റ്സ് പോപ്പുലർ, ഒരു പർട്ടിക്കുലർ മോഡൽ ഇറങ്ങുമ്പോഴത്തേക്കും ഹോട്ട് വീൽസ് വിൽ ലോഞ്ച് എ വേർഷൻ ഓഫ് ദാറ്റ്. ഇപ്പോൾ സീമയിൽ ഒരു സ്പെഷ്യലി മോഡിഫൈഡ് വണ്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ട് വീൽസ് ചിലപ്പോൾ അതിൻ്റെ ഒരു വേർഷൻ ഇറക്കണം കാണാൻ പറ്റും. അല്ലെങ്കിൽ മാഗ്നസ് വാക്കറിൻ്റെ വേർഷൻ ഉണ്ടാവും, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ വേർഷൻ ഉണ്ടാവും. ഇതെല്ലാം ഹോട്ട് വീൽസ് ആ ഒരു കാലഘട്ടത്തിൽ എന്താണോ ആളുകൾക്ക് ഇഷ്ടമുള്ളത്, ദേ ഓൾവേസ് കം അപ്പ് വിത്ത് ദാറ്റ് ആൻഡ് ദേ ഡു ഇറ്റ് റിയലി ഫാസ്റ്റ്. അപ്പോൾ കാരണം ആ ഒരു ട്രെൻഡ് ഉള്ള സമയത്ത് തന്നെ ദീസ് മോഡൽസ് കം ഔട്ട് ആൻഡ് പീപ്പിൾ ബൈ ദം. ചിലപ്പം കാണാൻ പറ്റും ഒരു കാർ കമ്പനി ഒരു ഹോട്ട് വീൽസ് കാറിൻ്റെ ആക്ച്വൽ വേർഷൻ ഉണ്ടാക്കിയിട്ട് ഷോയിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ദാറ്റ്സ് ഹൗ പോപ്പുലർ ദേ ആർ. ആൻഡ് ഹോട്ട് വീൽസ് മാത്രമല്ല, ദർ ആർ അതർ ബ്രാൻഡ്സ്. മാച്ച് ബോക്സ് ഉണ്ട്, മേജറട്ട് ഉണ്ട്, ജപ്പാനിലാണെങ്കിൽ നമുക്ക് ടോമി ഉണ്ട്. ദെൻ യു ഓൾസോ ഹാവ് മിനി GT, Inno 64, അങ്ങനെയൊക്കെ പല ബ്രാൻഡ്സും ആ ഒരു സ്കെയിലിൽ ഇറക്കുന്നുണ്ട്. ഓൾ ഓഫ് ദം ഹാവ് എ ഡിഫറെൻറ്റ് സ്റ്റോറി, ബട്ട് ഹോട്ട് വീൽസ് ഈസ് ദ വൺ ദാറ്റ് ലീഡ്സ് ദ മാർക്കറ്റ്. ആൻഡ് വാട്ട് മേക്സ് ഹോട്ട് വീൽസ് സോ സ്പെഷ്യൽ എന്നുള്ളതാണ്. ഈച്ച് ഹോട്ട് വീൽസ് ഈസ് മെയ്ഡ് ഓഫ് 4 പാർട്സ്. യു ഹാവ് ദ ഷാസി, യു ഹാവ് ദ ഇൻറ്റീരിയേഴ്സ്, you have the body, and then you have the glass. ഇത് മാനുഫാക്ചറിങ് അത്രയും എളുപ്പമാക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ദ ക്ലെവർ പാർട്ട്. ആൻഡ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ഹയർഡ് ആക്ച്വൽ കാർ ഡിസൈനേഴ്സ്. പല കമ്പനികളിലും പണ്ട് കാർ ഡിസൈനേഴ്സായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ കുറേ പേരൊക്കെ ഹോട്ട് വീൽസിൽ നമുക്ക് വർക്ക് ചെയ്യണം കാണാൻ പറ്റും. ആൻഡ് ദേ ഹാവ് എ ടീം ഓഫ് ഗ്രാഫിക് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഹു ഗെറ്റ് ദ റിയൽ ഡ്രോയിങ് ഫ്രം ദ കമ്പനി. അതെടുത്തിട്ട് അവർ അതിൻ്റെ ഹോട്ട് വീൽസ് വേർഷൻസ് ഉണ്ടാക്കും. ദേ എക്സ്പെരിമെൻറ്റ് വിത്ത് ദ കളേഴ്സ്, ദേ എക്സ്പെരിമെൻറ്റ് വിത്ത് ദ ഗ്രാഫിക്സ്, ദേ ട്വീക്ക് സം എക്സ്റ്റീരിയർ ഡീറ്റെയിൽസ് ആൻഡ് ഫൈനലി ദേ മേക്ക് സം പ്രോട്ടോടൈപ്സ് വിച്ച് ആർ സെൻഡ് ടു മാനുഫാക്ചറിങ് ലേറ്റർ. ആൻഡ് ഈ പ്രോട്ടോടൈപ്സ് ഒക്കെ അവർ ടെസ്റ്റ് ചെയ്യുകയും കൂടിയും ചെയ്യുന്നതാണ് ആക്ച്വൽ കാർ കമ്പനികളുടെ പോലെ. ദേ ഓൾവേസ് എൻഷുർ ദ റോളിംഗ് പെർഫോമൻസ് ഈസ് റിയലി ഗുഡ്. കാരണം ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് മെട്രിക്. ആൻഡ് ദിസ് വാസ് സംതിങ് ദാറ്റ് ഹോട്ട് വീൽസ് ഹാവ് ഓൾവേസ് ബീൻ വെരി കീൻ അബൌട്ട്. അവർ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് തൊട്ട് എൻഷുർഡ് ദെയർ കാർസ് വർ ഫാസ്റ്റർ ദാൻ ദെയർ കോമ്പറ്റീഷൻ. ഇപ്പോൾ മാച്ച് ബോക്സ് പറയുകയാണെങ്കിൽ മാച്ച് ബോക്സ് എപ്പോഴും വളരെ തിന്നായിട്ടുള്ള മെറ്റൽ വീൽസും കുറച്ച് തിക്കായിട്ടുള്ള ആക്സിൽസും യൂസ് ചെയ്തപ്പോൾ ഹോട്ട് വീൽസ് കണ്ടുപിടിച്ചു നമുക്ക് വളരെ തിന്നായിട്ടുള്ള ആക്സിൽസും വളരെ വീതിയുള്ള പ്ലാസ്റ്റിക് വീൽസും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ കുറേ ദൂരം പോകുന്നുള്ളത്. അപ്പോൾ അത് കാരണം കുട്ടികളൊക്കെ ഇത് മേടിക്കാൻ തുടങ്ങി. ആൻഡ് ദാറ്റ്സ് വേർ ദേ സിമെന്റഡ് ദെയർ റെപ്യൂട്ടേഷൻ. ആൻഡ് ഇറ്റ്സ് എ റിയലി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അവർ ഗിറ്റാർ സ്ട്രിങ്സ് ഉണ്ടാക്കിയിരുന്ന ഒരു കമ്പനിയാണ്. ദേ സ്റ്റാർട്ടഡ് മേക്കിംഗ് ഹോട്ട് വീൽസ്. ആൻഡ് ഈ ഒരു കാർ ഇത്രയധികം പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞ് വേറൊരു രാജ്യത്ത് മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിലേക്ക് അവർ ഇമ്പോർട്ട് ചെയ്തിട്ട് 179 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ദ പ്രൈസ് ഓഫ് എ കപ്പ് ഓഫ് ക്യാപ്പുച്ചിനോ. ദാറ്റ് റിയലി ഈസ് സംതിങ് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ മോസ്റ്റ് പീപ്പിൾ. പലരുടെയും കാർ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇതൊരു സ്കെയിൽ മോഡൽ അല്ലാന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിൽ പല ഡീറ്റെയിൽസും ആക്ച്വൽ സ്കെയിലല്ലാതെ ജസ്റ്റ് എക്സാജറേറ്റ് സം ഓഫ് ദ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഇതിൻ്റെ വീൽസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ സ്ലൈറ്റ്ലി എൻലാർജ്ഡ്. കാരണം ഈ വണ്ടി ചെറുതാക്കുന്ന സമയത്ത് നമുക്ക് ആ വീൽസും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെറുതായി കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. സോ ഹോട്ട് വീൽസ് ഓൾവേസ്
ഇൻക്രീസ് ദെയർ വീൽ സൈസസ്. ആക്ച്വൽ വണ്ടീനായാലും കുറച്ചും കൂടി വീൽ സൈസ് വലുതായിരിക്കും, വീൽ ആർച്ച് വലുതായിരിക്കും. അതുപോലെ തന്നെ അവർ ഹെഡ് ലൈറ്റ്സ്, ടെയിൽ ലൈറ്റ്സ്, അതുപോലെ മിറർ, അങ്ങനത്തെ ചെറിയ ഡീറ്റെയിൽസ്, ഡോർ ഹാൻഡിൽസ് ഒക്കെ കുറച്ചൊന്ന് വലുതാക്കും കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പല ഇൻഫ്ലുവൻസേഴ്സും അവരുടെ തംബ്നെയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ കണ്ണും പല ഡീറ്റെയിൽസൊക്കെ ഇതുപോലെ വലുതാക്കുന്ന പോലെ ദേ ഓൾവേസ് ഡു ദാറ്റ്. പക്ഷേ 1:64 ഇഫ് യു വാണ്ട് സംതിങ് ലൈക്ക് എ പ്രോപ്പർ സ്കെയിൽ മോഡൽ, ഇതുപോലെ മിനി GT ഒക്കെ പോലത്തെ ബ്രാൻഡ്സ് ഒക്കെ ദേ ഓഫർ മച്ച് ബെറ്റർ കാർസ്. ഇപ്പോൾ ഈ ഒരു വേർഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് 190E റേസ് ഓഫ് ചാമ്പ്യൻസിൻ്റെ സമയത്ത് സെന്ന ഓടിച്ച വണ്ടിയാണ്. ഇറ്റ് ഹാസ് ഓൾ ദ ഡീറ്റെയിൽസ്, വളരെ നീറ്റായിട്ടുള്ളൊരു മോഡലാണ്. ഇറ്റ് ഹാസ് ദ സെന്ന ബ്രാൻഡിങ് ഓൺ ദ സൈഡ്. അതുപോലെ തന്നെ സെന്നയുടെ ഒരു ഫിഗറിൻ അകത്ത് ആ ഒരു ഐക്കോണിക് ഹെൽമെറ്റൊക്കെ വെച്ചിരിപ്പുണ്ട്. ഓൾസോ ദ ഡീറ്റെയിൽസ് ആർ റിയലി ഗുഡ്, വീൽസ് ആർ ലുക്കിംഗ് റിയലി ഫാൻറ്റാസ്റ്റിക്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ദിസ് എ പ്രോപ്പർ റൈറ്റ് പ്രപ്പോർഷൻഡ് ആയിട്ടുള്ളൊരു 190E ആണ്. ദിസ് ഈസ് വൺ മോഡൽ യു ഹാവ് ടു റിയലി ഗെറ്റ് ഇഫ് യു ആർ എ മെഴ്സിഡീസ് എന്തൂസിയാസ്റ്റ് ഓർ എ സെന്ന ഫാൻ ഓർ എ സ്കെയിൽ മോഡൽ കളക്ടർ ബൈ എനി ചാൻസ് നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു മോഡലാണ്. മൂവിങ് ഓൺ ടു വാട്ട് ബ്രാൻഡ്സ് യു ക്യാൻ ആക്ച്വലി ബൈ. വളരെ ബേസിക്കായിട്ട് യു ഹാവ് ദ സെൻഡി ടോയ്സ്. നമുക്ക് വളരെ നൊസ്റ്റാൾജിക്കാണ്. ഐ തിങ്ക് 90s ഏറ്റവും കൂടുതൽ മാരുതിയുടെ വണ്ടികളുടെയൊക്കെ റിപ്ലിക്കാസൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കമ്പനി അതാണ്. ഇപ്പോൾ പല കമ്പനികളുടെയും ലൈസൻസിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദേ ജസ്റ്റ് കോൾ ഇറ്റ് ബൈ എ ഡിഫറെൻറ്റ് നെയിം. ഇപ്പോൾ ഈ വണ്ടി ഫോർച്യൂൺ എന്നാണ്, ഫോർച്യൂണർ അല്ല, ഒരു R മിസ്സിംഗ് ആണ്. ബട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് യു നോ വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക്. അപ്പോൾ അതുകൊണ്ട് ദർ ആർ നോ ടു വേയ്സ് അബൌട്ട് ഇറ്റ്. ഈ അടുത്ത് അവർ സെൽറ്റോസിൻ്റെ മോഡൽ ഇറക്കിയിട്ടുണ്ട് വിച്ച് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ലുക്സ് ഗുഡ്. സെൻഡി ടോയ്സ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഐക്കോണിക് ബ്രാൻഡ് നമുക്ക് ഇന്ത്യൻ കാറുകൾ ഉണ്ടാക്കുന്നത് ഇറ്റ്സ് വാഹനം. ഇതൊരു പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. സ്കെയിൽ ആർട്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ ഓണർ തന്നെ പുള്ളിയുടെ ഒരു കമ്പനിയായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ദേ മേക്ക് ദീസ് ഗ്രേറ്റ് മോഡൽസ്. അംബാസിഡറിൻ്റെ 2-3 വേർഷൻസ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജിപ്സിയുടെ സോഫ്റ്റ് ടോപ്പും ഹാർഡ് ടോപ്പും ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ റിയലി ഗ്രേറ്റ് സ്കെയിൽ മോഡൽസ് ഫോർ എൻ എന്തൂസിയാസ്റ്റ്. നമുക്ക് ഇന്ത്യൻ കാർ മോഡൽസ് ഒന്നും അങ്ങനെ അധികം ഒന്നും കിട്ടാറില്ല. പണ്ട് ടാറ്റ ഈ ഒരു നാനോൻ്റെ മോഡൽ നോറോയിനെ കൊണ്ട് ഉണ്ടാക്കിച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് അധികം ഇന്ത്യൻ കാർസിൻ്റെ മോഡൽസ് അവൈലബിൾ അല്ല എന്നുള്ളത്. ഇപ്പോൾ മഹീന്ദ്രയ്ക്കൊക്കെ വേണമെങ്കിൽ താറിൻ്റെ ഒരു മോഡലൊക്കെ ഇറക്കാവുന്നതാണ്, അല്ലെങ്കിൽ മാരുതിക്ക് വേണമെങ്കിൽ ജിംനിയുടെ 5 ഡോറൊക്കെ ഇറക്കാവുന്നതാണ്. ബട്ട് മോസ്റ്റ് ഹാവ് ബീൻ ബോതേഡ്. അപ്പോൾ അതുകൊണ്ട് ദീസ് ആർ ഓൾസോ റിയലി സ്പെഷ്യൽ. വളരെ കാലം നമ്മൾ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലത്തെ മോഡൽസാണ്. വേറൊരു കാര്യം, ഇത് എവിടെ നിന്ന് മേടിക്കും എന്നുള്ളതാണ്. യു ക്യാൻ ബൈ ദം ഫ്രം ഷോപ്സ്. ഇപ്പോൾ പല ഷോപ്സും അവരുടെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വീഡിയോസൊക്കെ ഇടാറുണ്ട്. പുതിയ മോഡൽസൊക്കെ വരുമ്പോൾ ആൾക്കാർ അറിയിക്കുന്നു. ആൻഡ് ദേ ഗെറ്റ് ഗുഡ് നമ്പർ ഓഫ് എൻക്വയറീസ് ഫ്രം ദാറ്റ്. ഞാൻ മേടിക്കുന്നത് കൂടുതലും ഓൺലൈനാണ്. ഈ പറഞ്ഞ scalarts.in പോലത്തെ സൈറ്റുകളിൽ നിന്ന് യു ക്യാൻ ബൈ ദം ആൻഡ് ദേ ഡെലിവർ ഇറ്റ് വിത്തിൻ റെക്കോർഡ് ടൈം. പലപ്പോഴും ഒരു 3-4 ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ എത്തിക്കാറുണ്ട്. അതേപോലെ തന്നെ കാർ കളക്റ്റീവ് ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേജൊക്കെ ഉണ്ട്. ദേ ആർ ഓൾ റിയലി ഗുഡ്. ചിലപ്പോൾ ഞാൻ ഈ മോഡൽസൊക്കെ സെക്കൻഡ് ഹാൻഡും മേടിക്കാറുണ്ട്. അത് പലരും ഈ പറഞ്ഞ പോലെ ആദ്യകാലത്ത് ഒരാവേശത്തിന് പോയി മേടിച്ച മോഡലായിരിക്കും. ചിലപ്പോൾ അവർക്ക് പുതിയൊരു വണ്ടി വന്നപ്പോൾ അത് വേണം തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ചിലപ്പോൾ മേ ബി അതിലൊരു ഇൻട്രസ്റ്റ് തീർന്നപ്പോൾ വിൽക്കുന്നതായിരിക്കാം. ഞാൻ സാധാരണ മേടിക്കുന്ന ഒരു ഡോക്ടറെ അടുത്തു നിന്നാണ്. ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാകുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. സിംഗിൾ ഓണറാണോ പല ഓണേഴ്സ് ഉണ്ടോ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാം 0 കിലോമീറ്റർ വണ്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കണ്ടീഷൻ മാത്രം നോക്കിയിട്ട് മേടിക്കുക. മിസ്സിംഗ് പാർട്സ് ഒന്നുമില്ല, അതുപോലെ പെയിൻറ്റ് റാഷ് ഒന്നുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. വിച്ച് ബ്രിങ്സ് മീ ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, സ്കെയിൽ മോഡലും പരിപാലനവും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ മേടിച്ച് ഷെൽഫിൽ ഒരു സൈഡിൽ വെച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഡസ്റ്റ് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് എനിമി. അതിന് പുറമെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ മോയ്സ്ചറൊക്കെ വരുമ്പോൾ ഈ ഗ്ലാസിൻ്റെ അകത്തൊക്കെ ചെറുതായിട്ട് ഫംഗസൊക്കെ ബിൽഡ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീലൊക്കെ ആക്ച്വൽ കാറിൻ്റെ പോലെ തന്നെയാണ് ഇത് കേടായിക്കൊണ്ടിരിപ്പുണ്ട്. ഇതൊരു മെഴ്സിഡീസ് ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് എ 15-year-old മോഡൽ. അന്ന് ഇറങ്ങിയ സമയത്ത് 204ൻ്റെ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. അന്നത്തെ മിക്കവാറും സ്കെയിൽ മോഡലുകളുടെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മെറ്റലിൻ്റെ അകത്ത് ചെറിയൊരു ബബ്ലിങ് വരും. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സി പില്ലർമിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിലത്തെ ഫെൻഡർമൊക്കെ കാണാൻ പറ്റും. ബോഡിയിൽ പലയിടത്തായിട്ട് ഇതുപോലെ റാഷസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നാലും ബാക്കിയുള്ള പെയിൻറ്റ് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഡൽസ് നമ്മൾ പലപ്പോഴും ഇതുപോലൊരു സംഭവം ഉപയോഗിച്ചിട്ട് ഡസ്റ്റൊക്കെ നമ്മൾ കളയും. അതുകൂടാണ്ട് ചില കേസുകളിലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ മേക്കപ്പ് ബ്രഷൊക്കെ പോലത്തെ ഇത് ഉപയോഗിച്ചിട്ട് യു ക്യാൻ ക്ലീൻ ദ സ്കെയിൽ മോഡൽസ്. ബി വെരി കെയർഫുൾ. കാരണം ഇതുപോലെ ഇപ്പോൾ വൈപ്പറൊക്കെ സെപ്പറേറ്റ് എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഹുഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ബി റിയലി കെയർഫുൾ. ഇതിങ്ങനെ പതുക്കെ ബ്രഷ് ചെയ്യുക. ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇഫ് യു ക്യാൻ യൂസ് സം വാക്സ് ഒക്കെ എടുത്ത്. പലപ്പോഴും ഞാൻ പല വണ്ടികളൊക്കെ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയൊക്കെ ഉപയോഗിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് വാക്സ് ചെയ്യാറുണ്ട്. ദാറ്റ് വേ ദ പെയിൻറ്റ് റിയലി ഹാസ് ദാറ്റ് ഷൈൻ. അതുപോലെ തന്നെ ഒരു ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ഗ്ലാസിൻ്റെ ഒക്കെ ഇടയിലും അതുപോലെ ഷട്ട് ലൈൻസിൻ്റെ ഒക്കെ ഗ്യാപ്പിലൊന്നും കയറാണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അലമാരിയിലൊക്കെ നമ്മൾ കുറേ നാളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആക്സിൽ ചെറുതായിട്ടൊന്ന് ബെൻഡാവും. ദ വീൽസ് വിൽ സ്റ്റാർട്ട് ഡെവലപ്പിംഗ് എ നെഗറ്റീവ് ക്യാമ്പർ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടൊക്കെ
വീണ്ടും വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ടയേഴ്സൊക്കെ ചിലപ്പോൾ സ്റ്റിക്കി ആവും. നമ്മളൊരു ഗ്ലാസ് സർഫസിലൊക്കെ തന്നെ വെക്കുകയാണെങ്കിലും ചിലപ്പോൾ ചൂട് കാരണമൊക്കെ അടിഭാഗമൊക്കെ ഒന്ന് സ്റ്റിക്കി ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടൊക്കെ പോകാറുണ്ട്. സോ യു ഹാവ് ടു ഒക്കേഷണലി റൊട്ടേറ്റ് ദ ടയേഴ്സ്, പലപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ വെക്കേണ്ടി വരും. പക്ഷേ ഇതൊന്നുമല്ല ശരിക്കുള്ള സ്കെയിൽ മോഡൽ കളക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കൃഷിക്കാർക്ക് കീടങ്ങൾ എന്ന് പറയുന്ന പോലെ സ്കെയിൽ മോഡൽ കളക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ പേടി കുട്ടികളാണ്. സ്വന്തം കുട്ടികളല്ല, സ്വന്തം കുട്ടികളെ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ വേറെ കുട്ടികളൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ ഇവർക്ക് നമ്മുടെ കളക്ഷനൊക്കെ കാണുമ്പോഴത്തേക്കും അതിലൊരെണ്ണം വേണം എന്നൊക്കെ തോന്നിക്കളയും. ഇതിൻ്റെയൊക്കെ കൂടെ വിവരമില്ലാത്ത പാരൻസും ഉണ്ടാവും. ഇവൻ ഈ മുതുക്കൻ എന്തിനും ഇത്രയും വലിയ വണ്ടികൾ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇവൻ ഇത്ര എണ്ണം ഇല്ല, ഒരെണ്ണം കൊടുത്തുകൂടെ കൊച്ചിനെ കരയിപ്പിക്കാണ്ട് എന്നൊക്കെ ഉള്ള പോലെയൊക്കെ പറയും. എൻ്റെ ബന്ധുക്കളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. എനിവേ സ്കെയിൽ മോഡൽ കളക്ടേഴ്സ് വി ആർ കോൺസ്റ്റൻ്റ്ലി ലിവിങ് ഇൻ ദാറ്റ് ഫിയർ. നമ്മുടെ സ്കെയിൽ മോഡൽസിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. കഴിവതും ആരും കാണാത്ത വീടിൻ്റെ വേറൊരു ഭാഗത്ത് ഒരു ഷെൽഫൊക്കെ മുഴുത് അവിടെ സ്റ്റോർ ചെയ്യുക, ലോക്ക് ചെയ്ത് വെക്കുക, താക്കോൽ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ പറ്റിക്കാം. ഞാൻ യൂഷ്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള മോഡൽസ് മേടിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ പിള്ളേർ വരുമ്പോൾ അവർക്ക് അത് കൊടുത്ത് പറ്റിക്കാൻ, ഭയങ്കരമായിട്ട് കരയണ കുട്ടികളെയൊക്കെ നമുക്ക് അത് കൊടുത്ത് തൽക്കാലം സമാധാനിപ്പിക്കാം. മോൻ എന്തിനീ പഴയ പെൻസ് അങ്ങൾ പുതിയ കോണിസ്റ്റൊക്കെ തരില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെ വിടുക. അപ്പോൾ എന്തായാലും എൻ്റെ സ്കെയിൽ മോഡലുകളെ കാത്തോണേ എന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എന്നുള്ളതും, വുഡ് യു ലൈക്ക് ടു സ്റ്റാർട്ട് എ കളക്ഷൻ ഓർ ഡു യു ഓൾറെഡി ഹാവ് എ കളക്ഷൻ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.